ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഇവരുടെ കേസ് നമ്മൾ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പൗരത്വ നിയമമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ചുമത്തിയ കേസുകൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇതിൽ ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്നലെ 5 പേർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നൽകിയതുമില്ല. 9 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ട് കോടതിയെ സമീപിച്ചിരുന്നത്. 7 പേരുടെ ജാമ്യ ഹർജികളാണ് കേട്ടത്. അതിൽ 5 പേർക്കാണ് ജാമ്യം നൽകിയ, 2 പേരെ ജാമ്യം തടഞ്ഞു വെക്കുകയും ചെയ്തു. ഡൽഹി പോലീസ് പറഞ്ഞ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ ചുമത്തിയിട്ടിരിക്കുന്ന കുറ്റങ്ങളെ അതിനെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം. ഇവർ പൗരത്വ സമരത്തിൽ ആ സമരത്തിനെ നയിച്ചു എന്നത് മാത്രമാണ് എന്ന് ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെ അഭിഭാഷകർ അറിയിച്ചിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. മറിച്ച് അവിടെ ഡൽഹിയിൽ നടന്ന കലാപത്തിന് ആസൂത്രണം ചെയ്യാനും അതിൽ ഗൂഢാലോചന നടത്താനും ഇവർ ഉൾപ്പെട്ടു എന്ന രീതിയിലുള്ള കണ്ടെത്തലുകളെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ ശരിവെക്കുന്ന ഒരു നിലപാടാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി 1 വർഷത്തിന് ശേഷം ഇവർക്ക് ജാമ്യ ഹർജിയുമായിട്ട് കോടതിയെ സമീപിക്കാം എന്നും കൂടിയിട്ട് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് വിചാരണ കാലയളവിൽ ഇവർ തടവിൽ കഴിയുകയാണ്. ഇതിലേക്കാണ് ദാവൂദ് സാർ, നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെ അടക്കമുള്ളത്. എങ്ങനെയാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധിയെ കാണുന്നത്? സുപ്രീം കോടതി വിധിയിലൊരു വിചിത്രമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരേ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ജാമ്യാപേക്ഷയിൽ കുറേ ആളുകളുടെ ജാമ്യാപേക്ഷ അംഗീകരിക്കുകയും 2 പേരുടെ നിരസിക്കുകയും ചെയ്യുക സാധാരണ അതിൽ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പോൾ ഇന്നലത്തെ സുപ്രീം കോടതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം അങ്ങനെ നമ്മളൊരു ലീഗൽ ഇതിനകത്ത് അത്ര പരിചയമില്ലാത്തൊരു പദമാണ്. ഹൈറാർക്കി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്നൊരു വാക്കാണ് ഇതിൽ വിധിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പ്രതികളിൽ 5 പേരല്ലേ, ഗുൽഷിഫ, മീരാൻ ഹൈദർ, മറ്റേ ഷഫീർ റഹ്മാൻ, പിന്നെ ഒരാളും കൂടെ, അങ്ങനെ 5 പേരല്ലേ, 5 പേരെ വിടുന്നു, 2 പേരെ പിടിച്ചു വെക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം ചുമത്തിയിരിക്കുന്ന കുറ്റം സെയിമാണ്. പിന്നെ ഇതിൻ്റെ കാരണം, കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല, 5 വർഷമായി ഒരു ജാമ്യമില്ലാതെ അകത്ത് കിടക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരെയും വിടേണ്ടതാണ്. പക്ഷേ ഹൈറാർക്കി ഓഫ് പാർട്ടിസിപ്പേഷൻ വ്യത്യാസമാണ് എന്നാണ് കോടതി വിധി പറയുന്നത്. ഷർജിൽ ഇമാമും ഇങ്ങേരുടെയും ഉമർ ഖാലിദിൻ്റെയും ഇതിൽ ഈ പങ്കാളിത്തം എന്താണ്? ഡൽഹി 2010 ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി കലാപത്തെ അതിന് ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു ലീഗൽ ലോജിക്കാണ് സുപ്രീം കോടതി അപ്ലൈ ചെയ്തിരിക്കുന്നത്. എനിക്കറിയില്ല അതെന്താണ്, ഏത് നിലക്കാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു ഇതിലെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. ഇന്ത്യയിൽ നമ്മൾ കാണേണ്ടത് 2014 മോഡി റെജീം അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപക്ഷെ 3 ഹൈ പ്രൊഫൈൽ കേസുകളൊന്നായിരിക്കും. ഒന്ന് നമ്മൾ മുമ്പ് പലവട്ടം ഡിസ്കസ് ചെയ്തതാണ് BK60 എന്ന ഭീമ കൊറേഗാവ് കേസ്. അതേപോലെയുള്ളൊരു കേസാണ് ഈ പറയുന്ന ഡൽഹി കേസ്. അത് മറ്റൊരു കേസാണ് സഞ്ജീവ് ഭട്ടിനെതിരായിട്ടുള്ള കേസ്. ഇതിൻ്റെ പൊതുവായ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, ഈ പറയുന്ന ഷർജിയിലും ഉമർ ഖാലിദും പ്രതികളായിട്ടുള്ള ഈ കേസ് എന്താണ്? ഡൽഹി കലാപം ആസൂത്രണം ചെയ്തു എന്നുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ അതെന്തായിരുന്നു? ഡൽഹി കലാപം എന്ന് നമ്മൾ പറയുന്ന കാര്യം എന്തായിരുന്നു? 2019 ഒടുവിൽ ആരംഭിച്ച CAA വിരുദ്ധ സമരം. ആ CAA വിരുദ്ധ സമരത്തിൻ്റെ ഒരു പ്രത്യേകമായൊരു പരിണാമഘട്ടത്തിലാണ് ഡൽഹിയിൽ വലിയ കലാപം ഉണ്ടാകുന്നത്. നമുക്ക് അതിന് മുമ്പ് അവിടെ നടന്നത് എന്താണ്? CAA സമരക്കാർക്കെതിരെ വലിയ തോതിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുകയായിരുന്നു. പിന്നീട് മിനിസ്റ്ററായി മാറിയ അനുരാഗ് ഠാക്കൂറിൻ്റെ കുപ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്, ഗോലി മാറോ ഗദ്ദാറോം കെ എന്ന് പറയുന്ന പ്രസംഗം. ഈ ഷാഹീൻ ബാഗിലെ സമരസ്ഥലത്ത് തോക്കുമായി, ജാമിയ മില്ലിയുടെ അടുത്ത് തോക്കുമായി വന്ന് ആളുകൾ പിടിയിലായ സംഭവങ്ങൾ. അങ്ങനെ ഈ CAA വിരുദ്ധ സമരത്തെ ഡിമണൈസ് ചെയ്യുക, അവരെ കുഴപ്പക്കാരായി കാണുക, രാജ്യദ്രോഹികളായി കാണുക എന്ന ഒരു നറേറ്റീവ് വലിയ തോതിൽ ബിൽഡ് ചെയ്യപ്പെടുകയായിരുന്നു. അതിന് ഈ പറയുന്ന അർണബ് ഗോസ്വാമിയുടെ ചാനലും ഹിന്ദി ചാനലുകളും വലിയ തോതിൽ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിൻ്റെ മൂർധന്യതയിലെത്തിയ സമയത്താണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കലാപത്തിന് ബെനിഫിഷ്യറി ആരാണ്? കലാപം കൊണ്ട് ഏറ്റവും പ്രയാസമുണ്ടായത് ആർക്കാണ്? ഈ സമരക്കാർക്കാണ്. ഈ സമരം നമുക്കറിയാം ശരിക്കും അഹിംസാ സ്വഭാവത്തിലുള്ള സമരമാണ്. അവർ പ്രത്യേക സ്ഥലങ്ങളിൽ ഒത്തുചേർന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും നിലക്കുള്ള ഒരു പോലീസ് ഫയറിംഗ് എവിടെ ഉണ്ടായില്ല, നമ്മൾ കാണേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അത് ഒരു നാഷണൽ അറ്റൻഷൻ അത് കൊണ്ടുവന്നു. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഷാഹീൻ ബാഗുകൾ രൂപപ്പെടുന്നു, തെരുവുകളിൽ ആളുകൾ വന്ന് നിറയുന്നു, വലിയ തോതിൽ ഇൻ്റർനാഷണൽ അറ്റൻഷൻ അത് ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ 2014 മോഡി റെജീം അധികാരത്തിൽ വന്നതിന് ശേഷം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇന്ത്യയുടെ പൊതു മാനസികാവസ്ഥയുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയങ്ങൾ പോലും നിശബ്ദമായി പോയ ഒരു സന്ദർഭം.
ഭരണകൂടത്തിനെതിരെ ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ ഉയരാത്ത സന്ദർഭം, തെരുവ് നിശബ്ദമായി പോയ ഒരു കാലം, ആ തെരുവിലെ നിശബ്ദതയെ ഭേദിച്ച ആദ്യത്തെ ഇവൻ്റ് എന്നുള്ളതാണ് CAA വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി. ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് തെരുവിൽ നിറയാൻ പറ്റും. അത് നോക്കൂ, അതും ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ പ്രത്യേകമായ ആഹ്വാനമോ സംഘാടനമോ ഇല്ലാതെ തന്നെ വളരെ ഓർഗാനിക്കായിട്ട് ഫോം ചെയ്യപ്പെട്ട സാധനം. അതിന് മുമ്പ് നിശ്ചയമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന രോഹിത് വെമുല സംഭവത്തിന് ശേഷം. അത് കൂടുതൽ ക്യാമ്പസ് കേന്ദ്രീകൃതമായതായിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ CAA പ്രൊട്ടസ്റ്റിന് ഒരുപക്ഷെ ആത്മവിശ്വാസം കൊടുത്ത ഒരു രോഹിത് വെമുല മൂവ്മെൻ്റ് ആയിരിക്കും. ആ രോഹിത് വെമുല മൂവ്മെൻറ്റിനേക്കാൾ വലിയ മാസ് സ്കെയിലിൽ ഈ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, രോഹിത് വെമുല മൂവ്മെൻറ്റ് കൂടുതലും വിദ്യാർത്ഥികൾക്കിടയിലും ഇൻ്റലക്ച്വൽസിനിടയിൽ നിന്നപ്പോൾ വലിയ തോതിലുള്ള ജനകീയ പങ്കാളിത്തത്തോടെ രാജ്യമാസകലം ഒരു പൊളിറ്റിക്കൽ ഡിസൻറ്റ് ഉയർന്നു വന്ന ആദ്യ സന്ദർഭം എന്നുള്ളതാണ് CAA വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി. അതിനുശേഷമാണ് ഇന്ത്യയിൽ പ്രതിപക്ഷ രാഷ്ട്രീയം പോലും ഉണർന്നു വന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് കർഷക പ്രക്ഷോഭം ഉണ്ടാകുന്നത്. ഇത് സാധ്യമാവും, ഇവിടെ ഡിസൻറ്റ് സാധ്യമാവും, വിയോജിപ്പുകൾ സാധ്യമാവും, ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ, ഭരണകൂടത്തെ അക്കൗണ്ടബിൾ ആക്കാൻ ഈസി ഗോ പറ്റില്ല എന്ന് പറയാൻ സാധ്യമാകും എന്നൊരു ആത്മവിശ്വാസം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ നൽകിയൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സംഗതിയെ അതിനെ ഡിമണൈസ് ചെയ്യുക, അതിനെ പരമാവധിയിൽ നശിപ്പിച്ചില്ലാതാക്കുക എന്നുള്ളത് ഭരണകൂടം നിശ്ചയമായിട്ടും ഉറപ്പോടുകൂടി നല്ല ധാരണയോടുകൂടി അതിന് അവരെ കൊണ്ട് സാധിക്കുന്ന എല്ലാം അവർ ചെയ്യും. അങ്ങനെയാണ് ഈ കേസ് ഉണ്ടാകുന്നത്. കലാപം തന്നെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, കേസുകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ആ കേസ് അതിനെ മാക്സിമത്തിൽ പിടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ കേസ്, ഭരണകൂടത്തിന് പ്രത്യേകമായ താല്പര്യമുള്ള ഒരു ഹൈ പ്രൊഫൈൽ കേസിൽ സ്വാഭാവികമായിട്ടും കോടതികളും വളരെ എളുപ്പത്തിൽ എന്താ പറയുക, വളരെ ജുഡീഷ്യസായിട്ട്, സമ്പൂർണ്ണമായി ജുഡീഷ്യസായിട്ട് തന്നെ വിധി പറയുക നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിനകത്ത് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ, നമ്മളെന്താ പറയുക, കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ പ്രഷർ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു വിധി എഴുതുന്നതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഒരു പക്ഷേ അപൂർവമായിട്ട് മാത്രം, ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനൊരു പദപ്രയോഗം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഹൈറാർക്കി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരേ വകുപ്പുകളാണ് എല്ലാവർക്കും എതിരെ ചാർത്തിയിരിക്കുന്നത്, ഒരേ പ്രൊമൈസസ് ആണ് കോടതി പരിശോധിച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടുപേരെ മാത്രം അവിടെ നിർത്തിയിരിക്കുകയാണ്. തീർച്ചയായും അവർ രണ്ടുപേരും ഈ സമരത്തിൻ്റെ നിർണായക ശക്തികളായിരുന്നത് ശരിയാണ്. ഉമർ ഖാലിദ് എന്ന് പറയുന്നത് JNU കേന്ദ്രീകരിച്ച്, ഷർജിൽ ഇമാം ജാമിയ മില്ലിയ കേന്ദ്രീകരിച്ച്, ഷാഹിൻ ബാഗ് കേന്ദ്രീകരിച്ച് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുവന്ന നിർണായക പങ്കുവഹിച്ച രണ്ടാളുകളാണ്. അപ്പോൾ ഇത്തരം ആളുകളെ സ്വാഭാവികമായി അവർ ഭരണകൂടത്തിൻ്റെ നോട്ടപ്പുള്ളികളാണ്. ഭീമ കൊറേഗാവ് കേസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇന്ത്യയിലെ ഈ ദളിത് പിന്നോക്ക ബഹുജൻ വിഭാഗത്തെ ഈ പറയുന്ന മോഡി റജീം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണിക് ഹെജിമണി എന്ന് പറയുന്ന സവർണാധിപത്യത്തിനെതിരായി സംഘടിപ്പിക്കുന്ന വലിയ ആശയാടിത്തറയുള്ള ഒരു സമരമായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിരുന്നു ഭീമ കൊറേഗാവ്, അല്ലെങ്കിൽ അവിടെ എൽഗാർ പരിഷത്ത് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഈ ഭീമ കൊറേഗാവ് സംഗമത്തിൻ്റെ 100ാം വാർഷികം. ഭീമ കൊറേഗാവ് എന്താണ് സംഭവം? മറാത്ത പേഷ്വമാർക്കെതിരെ, പേഷ്വമാർ എന്ന് അവിടുത്തെ സവർണ ഭരണാധികാരി, ബ്രാഹ്മിൻ ഭരണാധികാരികളാണ്, പേഷ്വമാർക്കെതിരെ ദലിത് മഹർ വിഭാഗം നടത്തിയിട്ടുള്ള പോരാട്ട വിജയത്തിൻ്റെ ഓർമ്മയാണ് ജനുവരി 1 ഭീമ കൊറേഗാവിലെ സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭീമ കൊറേഗാവ് വാർഷികാഘോഷത്തിൻ്റെ തലേ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും ഒത്തുചേർന്ന പരിപാടി, ഒരു കൾച്ചറൽ ഇവൻ്റായിരുന്നു എൽഗാർ പരിഷത്ത്. അതിനെയാണ് മോഡിക്കെതിരായി, മോഡിയെ കൊല്ലാനുള്ള ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഫ്രെയിം ചെയ്ത് കേന്ദ്ര ഭരണകൂടം നേരിട്ട് മോണിറ്റർ ചെയ്ത ഒരു വലിയൊരു കേസാക്കി അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോഴും ആ കേസിലെ പലരും അകത്ത് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു 4 ആളുകൾ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. സഞ്ജീവ് ഭട്ടിന് എന്തുകൊണ്ടാണ്? സഞ്ജീവ് ഭട്ട് മോഡിക്കെതിരെ, മോഡിയുടെ പദ്ധതിയിൽ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത ആളുകളാണ്. അപ്പോൾ ഞാൻ പറയും, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒക്കെ ഡിസൻറ്റ് സാധ്യമാണ്, അല്ലെങ്കിൽ ജനാധിപത്യമുണ്ട്, പ്രക്ഷോഭ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന ഈ പറയുന്ന സവർണ ആധിപത്യം എന്ന് പറയുന്ന അതിൻ്റെ കോറുണ്ടല്ലോ, അതിനെ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്ന ഏത് മൂവ്മെൻറ്റിനെയും ഏത് അനക്കത്തെയും ഭരണകൂടം അത് ദയാരഹിതമായി കൈകാര്യം ചെയ്യും. ഭരണകൂടം എന്ന് പറയുമ്പം മോഡി സർക്കാർ അല്ലെ BJP സർക്കാർ എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റേറ്റ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ സ്റ്റേറ്റ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ ഇത്തരത്തിലുള്ള ഏത് ശബ്ദത്തെയും അവർ വളരെ എന്താ പറയുക, കോൺസെൻട്രേറ്റഡ് ആയിട്ട്, വളരെ പെർട്ടിക്കുലറായിട്ട് അതിനെ നോട്ട് ചെയ്യുകയും അതിനെ വേട്ടയാടുകയും ചെയ്യും. അബ്ദുൽ നാസർ മദനി ഓർമ്മയില്ലേ? എന്തിനാണ് ആ മനുഷ്യനെ വേട്ടയാടിയത്? കേരളത്തിൽ, ഒരുപക്ഷെ കേരള രാഷ്ട്രത്തിൽ ആദ്യമായിട്ട് അവർണ്ണന അധികാരം എന്ന് പറയുന്ന
സ്ഫോടനാത്മകമായിട്ടൊരു രാഷ്ട്രീയ മുദ്രാവാക്യം മുഴക്കിയ ആളാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പാണ് ശിവഗിരിയിൽ ആൻ്റണിയുടെ പോലീസ് കയറി അതിക്രമം കാണിച്ചപ്പോൾ കേരളത്തിൽ ഹർത്താൽ ആഹ്വാനം നടത്തിയത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? അബ്ദുൽ നാസർ മദനിയാണ്. ശിവഗിരിയിൽ പോലീസ് കയറിയപ്പോൾ ഏതെങ്കിലും ശ്രീനാരായണീയ പ്രസ്ഥാനമല്ല കേരളത്തിന് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. അബ്ദുൽ നാസർ മദനിയുടെ PDP ആയിരുന്നു. അന്ന് അബ്ദുൽ നാസർ മദനിയും ശാശ്വതീകാനന്ദയും ഡുവോസ് ആയിരുന്നു. അവരൊന്നിച്ച് പത്രസമ്മേളനം നടത്തിയ കാലമാണ്. നമ്മൾ കാണുന്നത് എന്താണ്? അതിനുശേഷം നമ്മൾ ശാശ്വതീകാനന്ദയെ ജീവനോടെ കാണുന്നില്ല. അബ്ദുൽ നാസർ മദനിയെ കാണുന്നത് എവിടെയാണ്? കോയമ്പത്തൂർ ജയിലിലാണ്. കാരണം കേരളത്തിലെ സ്ഥാപിതമായ ഒരു അധികാര ഘടനയെ അതിനെതിരായിട്ടുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് അത്രയും ആഴത്തിൽ അത് സംസാരിച്ച ഒരാളായിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രബലമായ 2 പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു യൂണിയൻ, ഒരു പൊളിറ്റിക്കൽ യൂണിയൻ, അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ച് തന്നിട്ടില്ല. അതിനെ സംഘാടന തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ മാരകമായി വേട്ടയാടപ്പെട്ടില്ലേ ഭരണകൂടത്താൽ? അദ്ദേഹത്തിൻ്റെ ജീവിതവും ആരോഗ്യവും തകർക്കപ്പെടുന്നതിൽ വേട്ടയാടപ്പെട്ടില്ലേ? അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനാധിപത്യത്തിൽ സാധ്യമാകുന്ന കുറേ ഇടങ്ങളുണ്ട്, അനുവദിക്കപ്പെട്ട ഇടങ്ങളുണ്ട്. ഈ അനുവദിക്കപ്പെട്ട ഇടങ്ങൾക്കപ്പുറത്ത് കനമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന, പ്രഹരശേഷിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ആശയങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകൾ ഭരണകൂടം നോട്ടമിട്ട് വേട്ടയാടും. ഉമർ ഖാലിദ് അങ്ങനെ വേട്ടയാടപ്പെടുന്ന ഒരാളാണ്. ഷർജിൽ ഇമാം അങ്ങനെ വേട്ടയാടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് എന്ന് പറഞ്ഞ വഴി. ഇന്നിപ്പം ഉമർ ഖാലിദ് ഈ വിധിയെക്കുറിച്ച് കേട്ടപ്പോൾ പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ജോട്സ്ന പറഞ്ഞ കാര്യമുണ്ട്. എന്താണ് ജിന്ദഗി ഹൈസായ, മേരാ ജിന്ദഗി ഹൈസായ, എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് സന്തോഷമുണ്ട് അവരൊക്കെ ഇറങ്ങിയല്ലോ, പക്ഷേ മേരാ ജിന്ദഗി ഹൈസായ. ഇത്തരം ആളുകളുടെ ജീവിതം അങ്ങനെയൊക്കെയാണ്. എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു പോരാട്ടമല്ല. ഈ ഉമർ ഖാലിദിൻ്റെ പ്രസംഗങ്ങളിൽ അങ്ങ് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വാക്ക് ലഡായി, ലഡായി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ മിക്ക പ്രസംഗങ്ങളും. ലഡായി ബഹത് മുഷ്കിൽ ഹെ. നിഷാദ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ഇന്നലെ JNUവിൽ ഇവർക്ക് ജാമ്യനിഷയിൽ പ്രതിഷേധിച്ച് ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ സർവകലാശാല അധികൃതർ തന്നെ അവിടുത്തെ യൂണിയൻ ഭാരവാഹികൾക്കെതിരെ കേസെടുക്കണം, നടപടിയെടുക്കണമെന്നും പറഞ്ഞിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങളടക്കം അവിടെ ഉയർന്നു എന്നും പറഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെയുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ പിന്തുണയ്ക്കുകയോ അവർക്ക് അനുകൂലമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്തുകയോ ചെയ്യരുത് എന്ന് ഒരു യൂണിവേഴ്സിറ്റി തന്നെ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയില്ലേ രാജ്യത്ത്? നേരത്തെ പറഞ്ഞില്ലേ, ഭരണകൂടം എന്ന് വെച്ചാൽ നമുക്ക് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, മോദി അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ ഭരണകൂടം, ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം, ആ ഭരണകൂടം നടപ്പിലാക്കുന്ന സംഗതികളെന്ന നിലയ്ക്കല്ല പൊതുവായി ഇതിനെ കാണേണ്ടത്. കാരണം എന്താണോ ഒരു അതിദേശീയ വികാരം ഇതിൽ പങ്കുവെക്കുന്നത്, പോയിന്റ് എന്താണ്? അതിദേശീയതക്കാർ ഇതിൽ പങ്കുവെക്കുന്നത് എന്താണോ അത് കോടതിയിലും സാധ്യമാകുന്നു, സർക്കാരിലും സാധ്യമാകുന്നു, പോലീസിലും സാധ്യമാകുന്നു, എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. ഭരണകൂടം, സ്റ്റേറ്റ് എന്താണ് ആഗ്രഹിക്കുന്നത് അതിനപ്പുറം പോകുന്നില്ല ഒരു കേസിലും, ഒരു കോടതിയും എന്ന് കാണണം. ടീസ്റ്റാ തൽവാദിൻ്റെ കാര്യത്തിൽ എന്താണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് അത് കോടതിയിലും നിർവഹിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. കോടതി ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമ്മൾ കാണുന്നില്ല. അതാണ് പറയുന്നത്, എൻറ്റയർ സിസ്റ്റം ഒരു നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കുന്നു ഒരേ താല്പര്യത്താൽ. അതിൽ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആളുകൾ, മൻമോഹൻ സിംഗ് മാറുകയോ മോദി മാറുകയോ വാജ്പേയി വരികയോ അതൊരു ഘടകമേ അല്ല. ഈ അതിദേശീയതയുടെയും ഈ പറയുന്ന സവർണതയുടെയും താല്പര്യം എല്ലായിടത്തും ഒരുപോലെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മോദി പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പുള്ള മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി പദത്തിൻ്റെ കാലത്തും വലിയ തോതിൽ മനുഷ്യർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, ദലിതരും ആദിവാസികളും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ സ്റ്റേറ്റിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ദേശീയ താല്പര്യത്തിന് മേലെ 2 മുസ്ലിം ചെറുപ്പക്കാർ വന്നു നിന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന് പിന്നാലെ വലിയ ജനസംഘാടനം ഉണ്ടാവുകയാണ്. വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല ഇവന്മാരെ എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ഫീൽ. അതാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഇല്ലാത്ത ന്യായങ്ങൾ കോടതി പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ കോടതി ഏത് സർക്കാർ മുന്നോട്ട് വെക്കുന്ന, ഏത് ഏജൻസി മുന്നോട്ട് വെക്കുന്ന വാദത്തെയും കോടതി ഒരു സ്ക്രൂട്ടണിക്ക് വിധേയമാക്കിയ ശേഷമാണ് കമൻറ്റ് ചെയ്യുക സാധാരണ നിലയ്ക്ക്. അല്ലാതെ ഇത് നോക്കൂ, ആദ്യത്തെ ഒരു ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ഈ ഏജൻസി മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങൾ ഗൗരവതരമാണെന്ന് തോന്നുന്നു, ഇപ്പോൾ ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതിക്ക് പറയാം. എത്ര തവണ ഏതെല്ലാം കോടതികളിൽ ഈ ജാമ്യഹർജി വന്നു. അപ്പോൾ അതിനിടയിൽ എത്രയോ തവണ ഇതിൻ്റെ സ്ക്രൂട്ടണിക്ക് സാധ്യത ഉണ്ടായിരുന്നു. അതിലേക്ക് കടക്കാതെ, വിചാരണയിലേക്ക് കടക്കാതെ ഇവയെല്ലാം ഗൗരവമുള്ള തെളിവുകൾ, ജാമ്യം കൊടുക്കാൻ കഴിയാത്ത തെളിവുകൾ എങ്ങനെയെന്ന് കോടതിക്ക് പറയാൻ പറ്റും? പ്രസംഗങ്ങൾ, അവ കലാപത്തിന് ആഹ്വാനം, ഡയറക്റ്റ് കലാപം നടത്തുന്ന ആഹ്വാനം ചെയ്താൽ ഓക്കെ, കോടതിക്ക് ജാമ്യം നിഷേധിക്കാം. ഈ പ്രസംഗങ്ങൾ കലാപത്തിനുള്ള ആഹ്വാനമായി മാറിയത് സ്ഥാപിക്കുന്നതിന് ഒരു ജുഡീഷ്യൽ പരിശോധനയും വാദപ്രതിവാദങ്ങളൊക്കെ വേണ്ടേ? അതൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ രാജ്യത്ത് നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് പല കോടതികൾ പലതരത്തിലുള്ള നിലപാട് പറയുന്നു.
ചില കോടതികൾ പറയുന്നു മാവോയിസ്റ്റ് ബുക്കുകൾ നിങ്ങൾ കയ്യിൽ വെച്ചാൽ ഒരു കുഴപ്പവുമില്ല, അത് തീവ്രവാദത്തിൽ കണക്കാക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്രസംഗങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് മറ്റേതെങ്കിലും നിലയ്ക്ക് ആളുകളെ സ്വാധീനിക്കപ്പെട്ടു എന്നതൊരു പ്രശ്നമായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്ന കോടതികൾ, പാടില്ല എന്ന് പറയുന്ന കോടതികൾ, അല്ലെങ്കിൽ സാക്കിർ നായിക്കിൻ്റെ പ്രസംഗം സ്വാധീനിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്റ്റേറ്റ് സംവിധാനം, ശശികലയുടെ പ്രസംഗം സ്വാധീനിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല എന്ന് വിചാരിക്കുന്ന സ്റ്റേറ്റ് സംവിധാനവും കോടതികളും. അപ്പോൾ ഇതിൽ താല്പര്യം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ, എല്ലാ പോയിന്റുകളിലും ഒരുപോലെ പ്രവർത്തിക്കുന്നു. അതായത് ഭരണകൂടത്തിനെതിരായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒമർ ഖാലിദിനെ കണ്ടോ, നിങ്ങൾ സ്റ്റാൻ സ്വാമിയെ, നരകിച്ചു മനുഷ്യനെ കണ്ടോ, നിങ്ങൾ ഗൗതം നവ്ലാഖയെ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വെടികൊണ്ട് വീണ് മരിച്ച ആൾക്കാരെ കണ്ടോളൂ. ഞങ്ങളുടെ സന്ദേശം വളരെ ക്ലിയറാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത സംഘാടനങ്ങൾക്ക് നിൽക്കരുത്. നിങ്ങൾ ദലിതരെ സംഘടിപ്പിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരുടെ മേർജിന് നിൽക്കണ്ട. ഇതൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദയയും ഞങ്ങൾ കാണിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് 5 വർഷമായിട്ടും നോർമലി ജാമ്യം കിട്ടുന്ന മനുഷ്യർ, ജാമ്യമാണ് നിയമം എന്ന് വിചാരിക്കുന്ന ഒരു സിസ്റ്റം ഉള്ള ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മിണ്ടാൻ പരിപാടി ഉണ്ടെങ്കിൽ മിണ്ടണ്ട എന്ന സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അത് ചാനൽ നിരോധിക്കുന്നതിന് പിന്നിൽ, ആളുകളെ പിടിച്ച് അകത്തിടുന്നതിന് പിന്നിൽ, ജാമ്യം നിഷേധിക്കുന്നതിന് പിന്നിലെല്ലാം ആ പൊതുവായ താല്പര്യമുണ്ട്. ആ പൊതുവായ താല്പര്യം എന്ന് വെച്ചാൽ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ താല്പര്യമാണ്. ആ താല്പര്യത്തെ മറികടന്ന് ഒരിക്കലും ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പവർ അതിനുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കോടതിയിൽ പോയാൽ അത് പരിഹരിച്ച് കിട്ടും. അല്ലെങ്കിൽ വലിയ വർത്തമാനം പറയുന്ന, വിപ്ലവ വർത്തമാനം പറയുന്ന നേതാക്കൾ ഭരണാധികാരികളായി വന്നാൽ മാറിക്കിട്ടും. കേരളത്തിൽ CPIM എന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് ഒരു ഫ്രണ്ട് ഭരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ അതിന് എക്സെപ്ഷൻ കിട്ടും എന്ന് വിചാരിക്കണം. കേരളത്തിൽ തന്നെ എക്സെപ്ഷൻ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം സിസ്റ്റം എന്ന് പറയുന്ന ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അതിനകത്തുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അതിനകത്ത് മോചനമില്ല. അതിൻ്റെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അവർ അതിൻ്റെ കർത്തവ്യം എന്ന് പറയുന്ന സംഗതിയെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ അനുസ്യൂതമായി അത് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു വിഘാതം ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് സംഗതി, ഒരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ലോകത്തുണ്ടായിട്ടുള്ളത് ചെറിയ സമയമൊന്നും എടുത്തിട്ടല്ല. നമുക്കും അതിന് ആ സമയം വരെ കാത്തിരിക്കേണ്ടി വരും. ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട് ഒരു പ്രശ്നത്തിലാണ്. ആ പ്രശ്നത്തിൻ്റെ രക്തസാക്ഷികളായിട്ട് ഒരുപാട് പേര് പോയി, ഒരുപാട് പേര് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് അവരുടെ ജീവിതം കൊണ്ട് ഹോമിക്കുന്നു ഒരർത്ഥത്തിൽ. ഒരുപാട് മനുഷ്യർ പുറത്തിരിക്കുമ്പോൾ ഒരുപാട് പേര് അകത്ത് കിടക്കുകയാണ്. അവർ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ കിടക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ലൈഫിനെ അവർ ഹോമിക്കുന്നതിനെ നാം വാല്യൂ ചെയ്യണമെന്ന് ഞാൻ പറയും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നാളെ എല്ലാം കൂടെ പരിഹരിക്കപ്പെടാനൊന്നും പോകുന്നില്ല. അതെ, ന്യൂയോർക്ക് മേയർ മംദാനി ഉമർ ഖാലിദിന് അയച്ച കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്തയിൽ നിങ്ങളുണ്ട് എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത്.